അപ്പൊ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അനിയത്തിന്റെ കല്യാണം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ? നല്ല അടിപൊളിയായിട്ട് പോയി. എല്ലാം വളരെ ചെറിയ പരിപാടിയായിരുന്നു. അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു. എങ്ങനെയാണ് ശരിക്കും ഇതൊരു ലളിതമായിട്ട് നിങ്ങളിങ്ങനെ ഇത് നടത്തണം എങ്ങനെ തീരുമാനിച്ച്? അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ആ കുറച്ച് പേരെ വിളിച്ച് ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി. ഇനിയിപ്പോൾ ഇതിന്റെ റിസപ്ഷൻ കാര്യങ്ങളില്ല, അങ്ങനെയൊന്നുമില്ല. 3 പരിപാടികളുണ്ടായിരുന്നു: ഹൽദി, സംഗീതം, കല്യാണം. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി. പിന്നെ ഡിക്കും നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ അങ്ങനെ അത്ര തന്നെ. പലപ്പോഴും അല്ലേ നമുക്ക് ആദ്യമെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ്. എങ്ങനെയാണ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട്? ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത്? നമ്മളൊക്കെ തന്നെ. സാധാരണ സാരിയില്ലേ, ഇത്ര വലിയ സംഭവം അല്ലല്ലോ. നമ്മളൊക്കെ തന്നെ. നമ്മൾ ഇടയ്ക്ക് ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ. അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷിച്ചു. ഇല്ല, റിസപ്ഷനേ ഇല്ല, തീർന്നു. സദ്യ കഴിച്ച് പായസം കഴിച്ച് എല്ലാം പടക്കി പരിപാടി തീർന്നു. മിസ് ചെയ്യോ? ഇല്ല, അവള് മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് 1 മിനിറ്റ് അപ്പുറത്താണ്. അപ്പൊ മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം. എന്തോ സിംഗിൾ ഓക്കെ. ഇത് കോസ്റ്റ്യൂമിന് എന്ത് വില വരും? എനിക്കറിയില്ല. മറ്റേ ടിങ് ടിങ് സൗണ്ട് ഇടാനാണോ? ഓക്കെ, താങ്ക് യു.